ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 66-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ ഗുരു നമ്മോട് സൂചിപ്പിക്കുന്നത് ഇവിടെ ജനന മരണങ്ങൾ അറ്റ് നിൽക്കുന്നത് ഒന്ന് മാത്രമാണ്. അപ്പോൾ ജനന മരണങ്ങളില്ലാതെ ഇരിക്കുന്നത് ഏതാണ്? നമ്മൾ എത്രയോ പ്രാവശ്യം ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജനിക്കുന്നതാണോ? തീർച്ചയായിട്ടും മരിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചപ്പോഴും പരിമിതം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഇതിനെല്ലാം പരിമിതികളുണ്ട്. അപ്പോൾ ഈ പരിമിതി ഇല്ലാത്ത ഒന്നിനെ തേടിയാണ് നമ്മളുടെ എല്ലാവരുടെയും യാത്ര. നമ്മൾ വേറെ ഗ്രഹങ്ങളെ തേടി പോകുന്നതും നമ്മൾ തനിയെ ബഹിരാകാശത്ത് നിലയം കിട്ടി അവിടെ നമ്മൾ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുന്നതുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മനുഷ്യന് അവൻ്റെ സുഖം നിലനിർത്തുവാൻ, അവന് എത്രമാത്രം ഭൗതികമായ സുഖം കിട്ടിയാലും പോരാ എന്നുള്ള ചിന്ത ആണ് അവനെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഒരു കൊതുക് പോലും, ഒരു കൊതുകിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ജീവികളുണ്ട്. നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ജീവികളുണ്ട്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ കാണുന്നതാണ് മനുഷ്യന് മാത്രമാണ് വിവേകം ഉള്ളത്. ആ വിവേകിയായിട്ടുള്ള മനുഷ്യൻ അവന് എപ്പോഴും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് നഷ്ടപ്പെടാത്ത, ഒരിക്കലും നശിക്കാത്ത ആനന്ദത്തിൽ എത്തിച്ചേരാം. അപ്പോൾ ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലേക്ക് തിരിഞ്ഞ് ഒരു അന്വേഷണം നടത്താൻ അവർക്ക് സാധ്യമല്ല. കാരണം അവരുടെ മനസ്സ് ഏറ്റവും കൂടുതൽ രാക്ഷസ പ്രകൃതി ആയിട്ട് നിൽക്കുന്നതാണ്. രജോ ഗുണ പ്രധാനികളാണ്. അപ്പോൾ ആ ഒരു ഗുണം നമ്മളെ വീണ്ടും വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നതാണ്. രജോ ഗുണവും തമോ ഗുണവും. സത്വഗുണം മാത്രമാണ് നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വരൂപത്തെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓരോ ഉപനിഷത്തും ഭഗവത്ഗീതയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളും ചെയ്യുന്നത്. അപ്പോൾ ഗുരു ഈ ശ്ലോകത്തിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇര മുതലായവ എന്നും ഇപ്രകാരം വരും ഇനിയും വരവറ്റ് നിൽപ്പതേകം. അറിവത് നാം അത് തന്നെ, മറ്റുമെല്ലാവരും അത് തൻ വടിവാർന്നു നിന്നിടുന്നു. ഇര മുതലായവ എന്നും ഇപ്രകാരം. നമ്മൾക്ക് ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക്, താൽക്കാലികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ആ പരിമിതി, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സുഖം, അത് പറയുന്നു ഇര മുതലായവ എന്നും ഇപ്രകാരം അതിനിരയായിട്ടുള്ള, അത് എപ്പോഴും വരും. പിന്നെയോ ഇനിയും അത് വരവറ്റ്, അത് നശിച്ചു പോകാം. പക്ഷേ വരവറ്റ് നിൽക്കുന്നത് എന്താണ്? ഒന്ന് മാത്രമാണ്, അതേകമാണ്. അറിവത് നാം അത് തന്നെ. അപ്പോൾ
അത് അറിവാണ്. നാം എല്ലാവരും അത് തന്നെയാണ്. പിന്നെയോ മറ്റും എല്ലാവരും അത് തന്നെ വടിവാർന്നു നിന്നിടും. ഇനി മറ്റെല്ലാവരും അത് തന്നെയാണ്. ഈ നാമരൂപങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ കാണുന്നതെല്ലാം, വടിവറ്റ് നിൽക്കുന്നതെല്ലാം അത് തന്നെയാണ്. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു സാക്ഷാത്കാരം നേടിയ, ഈ ആത്മജ്ഞാനം നേടിയ ഒരു മഹാത്മാവിൻ്റെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുക.